ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചിരുകാരുവിന്റെ ഒരു പടത്തിനെ കുറിച്ചാണ്. ഈ പടം നമ്മുടെ തലയുടെ പടത്തിന്റെ കോപ്പിയാ. തലയുടെ പടം നമ്മുടെ വെങ്കികാരുവിന്റെ പടത്തിന്റെ കോപ്പിയാ. കോപ്പി അടിച്ചതാ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു പ്രചോദനം. പിന്നെ ഈ 3 സിനിമയുടെ നായിക സെയിം ആണ്. പിന്നെ ഒറിജിനൽ സിനിമയിലെ നായകന് ഈ സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. അവന്മാർക്ക് ചേഞ്ച് വേണത്രേ. ഈ പടത്തില് നമ്മുടെ ഗാരു കല്യാണമൊന്നും കഴിക്കാത്ത ഒരു വൃദ്ധനാണ്. കല്യാണത്തിന് ഒരു മുഹൂർത്തമുണ്ട്. ഇങ്ങനെ ഒരു 4 കല്യാണത്തിന് എന്നോട് വന്ന നിന്റെ കല്യാണം നടക്കും. അങ്ങനെ നല്ല കാര്യമൊക്കെ പറയാം. ഇനി കല്യാണം കൂടാ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഒരു ദിവസം നമ്മുടെ ഗാരു ഒരു കല്യാണ വീട്ടിലേക്ക് പോവും. അപ്പൊ അവിടുത്തെ കല്യാണ പെണ്ണിനെ കാണുമ്പോ നമ്മുടെ ഗാരുവിന് ക്രഷ് അടിക്കും. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. മോളെ എന്താ സാഡായിട്ട് ഇരിക്കണേ? അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഇവന് ഇഷ്ടമായില്ല. എന്നാ നമുക്ക് കല്യാണം കഴിക്കാം മോളെ. എന്റെ അപ്പനെക്കാളും പ്രായം നിനക്കുണ്ട്, എന്നാലും എനിക്ക് നിങ്ങൾ ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഗാരു ആലപ്പുഴയ്ക്ക് വരും ഒരു കല്യാണത്തിന്. എന്നിട്ട് മലയാളികൾക്ക് വേണ്ടി മലയാളം സംസാരിക്കും. എന്താ സംഭവിക്കും ആർക്കറിയും ചേട്ടാ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ ഗാരു കേരളത്തിൽ വെച്ചിട്ട് മോളെ കാണും. മോളെ കാണുമ്പോ എന്നെ മോള് അപ്പൂപ്പനെ ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറയും. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. പിന്നെ ഇവള് ഭയങ്കര റിച്ചാണ്. പിന്നെ ഇവളുടെ തന്ത അപ്പൂപ്പൻകാരുവിനെ ഇവള് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കലിപ്പാവും. അപ്പൊ അവള് വീട് വിട്ട് ഇറങ്ങും. എനിക്ക് എന്റെ അപ്പൂപ്പൻകാരും പിള്ളേരും മതി. ഓ, മെന്റൽ ലവ്. പിന്നെ കുറെ നാൾ കഴിയുമ്പോ ഇവളുടെ തന്ത വന്നിട്ട് വീട്ടിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് ആളുടെ വീട്ടിലേക്ക് പോവും. വീട് കണ്ടില്ലേ? ഈ കാശ് വല്ല പാവങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവര് കള്ളുടിച്ചെടുക്കുന്നില്ലേ? പിന്നെ ഇവളുടെ തന്തയ്ക്ക് നമ്മുടെ അപ്പൂപ്പൻകാരുവിനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്നിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യാനായിട്ട് കാരുവിനോട് പറയും. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. നെക്സ്റ്റ് വെസൽ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ഗാരുവിന് പ്രാന്തായിട്ട് അവരെ രണ്ടുപേരും തല്ലിയിട്ട് ഡൈവോഴ്സ് കൊടുത്തിട്ട് ഗാരുവിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കണം. അപ്പൊ ഗാരു അവിടുത്തെ പണിയെടുക്കും. കഷ്ടമാണ്, ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? ഇന്റലിജൻസ് ബ്യൂറോ, റോ ഏജന്റ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, വാട്ട് നോട്ട്. ഹി ഈസ് ആൻ ഓൾ റൗണ്ടർ. നമ്മുടെ അപ്പൂപ്പൻകാര് PM-ന്റെ സെക്യൂരിറ്റി ചീഫാണ്. ഒരു ദിവസം എല്ലാവരും കിഡ്നാപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻകാര് PM-നെ രക്ഷിക്കും. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ചൊരളിഞ്ഞ മോന്തേ നിൽക്കും. ദേ ഇതുപോലെ. പാപ്പൻ മാത്രം പേടിച്ചില്ല. ഞങ്ങൾ ആരും കാണാത്തൊരു കാഴ്ച പാപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. പിന്നെ അവിടെ എത്ര പേര് തോക്കും പിടിച്ച് നിന്നിട്ട് നമ്മുടെ അപ്പൂപ്പൻകാര് കോട്ടിടാനായിട്ട് പോവും. അവിടെയുള്ള ഒരാൾ പോലും വെടിവെക്കില്ല. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി. പിന്നെ നമ്മുടെ ഗാരു PM-നെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച കാരണം അവര് വെള്ളടിച്ച് വൈബ് ചെയ്യും. എന്താണോ കഥകളിയാ? പിന്നെ നമ്മുടെ ഗാരു ആളുടെ പിള്ളേരെ കാണാനായിട്ട് സ്കൂളിൽ പോവും. അപ്പൊ അവിടെ ഒരു ലോഡ് വെറുപ്പി പിള്ളേരുണ്ടാവും. എന്നിട്ട് അവര് കുറെ നേരം വെറുപ്പിക്കും. അപമാനം എന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് നമസ്കാരം പറയും. റെസ്പോൺസിബിലിറ്റി എന്നെ കണ്ടാൽ സല്യൂട്ട് അടിക്കും. വിശ്വാസം എന്നെ കണ്ടാൽ അച്ചാന്ന് വിളിച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. നീ എവിടെ വന്ന മരഭൂതമേ? പിന്നെ നമ്മുടെ ഗാരുവിന്റെ കൊച്ചിന്റെ പട്ടികൂട്ടി കാട്ടിക്ക് പോവും. എന്നിട്ട് ആ കൊച്ചു കരയുമ്പോ നമ്മുടെ ഗാരു അത് കാണും. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവ്. പിന്നെ നമ്മുടെ ഗാരു കാട്ടിക്ക് പോവും. അപ്പൊ അവിടെ വെച്ച് പുലിനെ കാണും. അപ്പൊ എന്നെ നമ്മുടെ സെൻസ്ലെസ് ബോർഡ് സൈഡിൽ CGI എഴുതി കാണിക്കും. നമുക്ക് ആരെങ്കിലും മനസ്സിലായില്ലെങ്കിലോ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പിന്നെ നമ്മുടെ അപ്പൂപ്പൻകാരുവിനെ കാണുമ്പോ എന്നെ പോലീസുകാരെ പഞ്ചായത്ത് വിട്ട് എന്നെ ഓടിപ്പോവും. നിന്നെ ഞാൻ തപ്പിയടക്കായിരുന്നു. നീ എപ്പോഴാണ് കുഞ്ഞപ്പന്റെ ഈ കൈയർത്തത്? പിന്നെ ഗാരു ആ പട്ടീനെ ആ കൊച്ചിന് കൊണ്ട് കൊടുക്കും. കണ്ണേയൻ കണ്ണേ കണ്ണേയൻ കണ്ണേ എൻ നെഞ്ചിൽ ചായുമോ. പിന്നെ ആ സ്കൂളിലുള്ള ഒരു ചെക്കൻ സ്മോക്ക് ചെയ്യും. അപ്പൊ ഗാരുവിന്റെ കൊച്ചത് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അവരുടെ ആൾക്കാർ ഗാരുവിന്റെ കൊച്ചിനെ തല്ലും. അപ്പൊ ഗാരു അവരുടെ വീട്ടിൽ പോയിട്ട് സ്മോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് ഉപദേശിക്കും.
പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഫ്ലാഷ് ബാക്ക്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഇത് ചെല്ലാൻ നോക്കി. പിന്നെ മറ്റവന്മാരെ തല്ലിയ കാരണം പിള്ളേര് ഹാപ്പിയാവും. അപ്പൊ ഗാരുവിന് കരച്ചില് വരും. പിന്നെ ഗാരു സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പിള്ളേരെ അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് മറ്റേ അപ്പൂപ്പൻ നമ്മുടെ അപ്പൂപ്പൻ ഗാരുവിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കും. വലിയ ചേച്ചി പൊട്ട് വെക്കും, ഇളയ ചേച്ചി ചിരിച്ചു നിൽക്കും, സ്വന്തം ബന്ധ കൂടി നിന്ന് എല്ലാരും തുറക്കും. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. പിന്നെ ഇയാളുടെ പാട്ട് കേട്ടിട്ട് അവിടെയുള്ള ഏതോ ഒരാള് രാത്രി ഇയാൾ കാറും കൊണ്ട് പോകുമ്പോ വെടിവെച്ച് കൊല്ലാനായിട്ട് നോക്കും. അപ്പൊ അവിടുത്തെ പോലീസുകാർ ഇയാൾക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗാരുവിനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഗാരു അവരുടെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടും. ഭ്രാന്തി പിടിച്ച കാള പോലെ വീട്ടിനുള്ളിൽ വന്നാലോ. നിനക്ക് പാടണം നിർബന്ധമാണെങ്കിൽ ബാത്റൂമിൽ പോയി പാടണി. അവിടെ നീ പാടണ്ട, വെള്ളം പോലും വരത്തില്ലടി. പിന്നെ ഗാരു അവിടെ വെച്ച് കുറെ കോപ്രായങ്ങൾ കാണിക്കും. ഞാൻ ഭിത്തിയിൽ ചേർത്തിരുത്തിയിട്ട് തമ്മി പോലും ഇടാതെയാണ് വാർത്ത വെച്ചേക്കണേ. നാട്ടുകാരിങ്ങനെ ഒരേ സ്വരത്തിൽ പറയാൻ നേരത്തൊന്നും നിർത്തിക്കൂടെ? പവർ കാണിക്കണ്ടെന്നാണോ ഈ പട്ടി ഷോയെ? പിന്നെ നമ്മുടെ അപ്പൂപ്പൻകാരും അവിടെ 70-ാം വയസ്സിൽ ക്യൂട്ട്നെസ് കാട്ടി മെഴുകും. ശശി, നീ ആ സമയത്ത് എന്റെ റൂമിൽ വരുന്നത് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പിന്നെ ഇവരൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. നമ്മുടെ മാങ്ങാട്ടച്ഛനെ കേട്ടാണ് ഇവരുടെ ബിസിനസ് ഡീല്. അങ്ങേര് ഇവരായിട്ട് കലിപ്പാവുന്നത് നമ്മുടെ ഗാരു കാണും. അപ്പൊ എന്നെ അങ്ങേര് ആളെ ഇടിച്ചു കൂട്ടും. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലയോടെ ഇതൊന്നും കൊണ്ടത്. പിന്നെ നമ്മുടെ അപ്പൂപ്പൻകാര് വീട്ടിൽ ചെന്നിട്ട് ക്രിമികടി കൂടിയിട്ട് അവളുടെ കൈമ കയറി പിടിക്കും. ഇപ്പോഴും ഇത്ര പ്രായം എന്നെ കഴപ്പല്ലേ. പിന്നെ മറ്റവളൊരു പാർട്ടിക്ക് പോവും. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻകാര് അവളുടെ പിന്നാലെ പോയിട്ട് ഒരു ഡാൻസ് കളിക്കും. പറക്ക പറക്ക തുടിക്കത്, പഴക പഴക പിടിക്കുന്നത്, പഴയ രണങ്ങൾ മറക്കുന്നത്. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. പിന്നെ ഗാരു ഒന്ന് കാർ അറ്റാക്ക് ചെയ്തത് ആരാന്ന് കണ്ടുപിടിക്കും. അത് ഈ മസിലുള്ള തല്ലുകൊള്ളിയാ. ഇവനൊരു കോഴിക്കൂട്ടനായിട്ടുള്ള അനിയനുണ്ട്. അവനൊരു പെണ്ണിനെ റേപ്പ് ചെയ്യും. അപ്പൊ ഗാരുവിന്റെ പെണ്ണ് അവനെ പിടിച്ചു കൊടുക്കും പോലീസുകാർക്ക്. അങ്ങനെ അവൻ വില്ലനാവും. പിന്നെ പിന്നെ ഗാരുവിന്റെ കൂട്ടുകാരനായിട്ടുള്ള അപ്പൂപ്പൻ അങ്ങോട്ട് വരും. പിന്നെ ഈ 2 അപ്പൂപ്പന്മാരും കൂടിയിട്ട് ആ വീട്ടിൽ അഴിഞ്ഞാടും. ഇനിയാണ് എന്റെ ഷോ. അയിഞ്ഞാട്ടം തുടങ്ങുക. അയിഞ്ഞാട്ടോ അയിഞ്ഞാട്ടോ. പിന്നെ മസിലുള്ള തല്ലുകൊള്ളി രാത്രിയാകുമ്പോൾ അവരുടെ വീട് അറ്റാക്ക് ചെയ്യും തോക്കും കൊണ്ടുവന്നിട്ട്. നമ്മുടെ അപ്പൂപ്പൻകാര് കോടാലി വെച്ചിട്ട് ആ തോക്കുള്ള ആൾക്കാരെ വെട്ടിക്കൊല്ലും. നിങ്ങൾ ചോദിക്കും അപ്പൊ ഈ തോക്ക് എന്താ യൂസ് ചെയ്യാത്തതെന്ന്. കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മസിലുള്ള തല്ലുകൊള്ളി നമ്മുടെ അപ്പൂപ്പൻകാരുവിന്റെ അമ്മേനെ ഗൺ പോയിന്റിൽ വെച്ചേക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻകാര് ജയിലർ കണ്ട കാരണം സീനൊന്നും ഉണ്ടാവില്ല. അങ്ങ് 3வது ഒരുത്തൻ ഇരുപ്പാണ്. പിന്നെ അപ്പൂപ്പൻകാരും മോളും സെറ്റാവും. പിന്നെ മറ്റേ അപ്പൂപ്പൻ നമ്മുടെ അപ്പൂപ്പൻകാരുടെ ടീമിലുള്ള പെണ്ണിനെ കെട്ടും. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? അങ്ങനെ പടം കഴിഞ്ഞു.